രണ്ടത്താണി പാറമ്മൽ TAYS ശംസുൽ ഉലമ റിലീഫ് സെല്ല് സംഘടിപ്പിക്കുന്ന സ്നേഹ സംഗമമാണിത്. ഇതിൽ വളരെ പ്രമുഖരായിട്ടുള്ള അതിഥികളൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഇന്ന് സ്വാഗതം പറഞ്ഞ ജുനൈദ്, അധ്യക്ഷൻ കേരള വഖഫ് ബോർഡ് ചെയർമാൻ കൂടിയായിട്ടുള്ള പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, ഇന്നതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച എൻ്റെ പ്രിയപ്പെട്ട മിത്രം കൂടിയായിട്ടുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ, ഉപാധ്യക്ഷൻ ജസീർ, ഇന്നിവിടെ പ്രമേയ പ്രഭാഷണം നടത്താനായിട്ട് വന്ന എൻ്റെ മറ്റൊരു പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി, പ്രിയപ്പെട്ട മധുസൂദനൻ, കുഞ്ഞാപ്പു അബ്ദുറഹ്മാൻ, KP ശങ്കരൻ, ബഷീർ രണ്ടത്താണി, ഇഫ്തിഖാറുദ്ദീൻ, KP രമേശ്, പള്ളിമാലിൽ മുഹമ്മദ് അലി, മൂർഖത്ത് അബു, അബ്ദുൽ നാസർ യമാനി, SI കടമ്പഴ SI കൂടിയായിട്ടുള്ള മഞ്ജിത് ലാൽ, സ്വയംഭൂ ശിവക്ഷേത്ര കമ്മിറ്റി പ്രതിനിധിച്ചുകൊണ്ടുവരുന്ന KP കൃഷ്ണൻ സ്വാമി, ജലാലുദ്ദീൻ ഉദവി തങ്ങൾ, സുലൈമാൻ മുസ്ലിയാർ, MK അലിക്കുട്ടി ഹാജി, ഗുലാംബക്കൽ മുഹമ്മദ് കുട്ടി അൻവർ, ബാബു പള്ളിമാലിൽ, KC മജീദ്, മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വളരെ അവിചാരിതമായാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഇന്ന് ഇതിൽ സ്നേഹപ്രഭാഷണം നടത്തേണ്ടിയിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അദ്ദേഹം എന്തോ കാരണവശാൽ ഈ പ്രോഗ്രാമിൽ വരാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുമ്പോൾ ഞാൻ മനോരമ ന്യൂസിൻ്റെ ന്യൂസ് മേക്കർ പ്രോഗ്രാമിലെ ന്യൂസ് മേക്കർമാരെ ആണല്ലോ തിരഞ്ഞെടുക്കണല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ചർച്ചകളുടെ ഭാഗമായി കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയിൽ പങ്കെടുക്കാനായി സ്റ്റുഡിയോയിലേക്ക് കയറാനായിട്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് ഷാഫി വിളിച്ച് ഇങ്ങനൊരു കാര്യം പറയുന്നത്. അവിടുന്ന് ആ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് അരൂരിൽ നിന്നാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയ സംഭവം സ്നേഹമൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ എൻ്റെ ആരോഗ്യം കൂടി അതിന് സമ്മതിക്കണമല്ലോ അല്ലേ? ഈ ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഈ സ്നേഹം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ലോ. മാത്രമല്ല, മനുഷ്യന് ഒരുപാട് യാത്ര ചെയ്ത് പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ സ്നേഹമല്ല ദേഷ്യം ഉണ്ടാവുകയും ചെയ്യും. വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആരെയും ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒച്ചയിടുകയൊക്കെ ചെയ്യും. പിന്നെ ഇത് മലപ്പുറം ജില്ലയിലെ പ്രോഗ്രാം ആയതുകൊണ്ടും ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ അനിവാര്യമായിട്ട് ഇത്തരത്തിലുള്ള സ്നേഹസംഗമങ്ങൾ ധാരാളമായി നടക്കേണ്ടതുണ്ട് എന്ന ഒരു കാഴ്ചപ്പാട് എനിക്കുള്ളത് കൊണ്ടുകൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിൽ ധാരാളമായി പങ്കെടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കഴിവതും കേരളത്തിലെ ഒരു മതേതര സംസ്കൃതി മെച്ചപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാവുന്ന വിധത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. സമുദായങ്ങൾക്കിടയിലുള്ള പാലം കെട്ടാൻ പറ്റുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ചെയ്യും. അതുകൊണ്ട് ഇനിയിപ്പോൾ മിലാദ് ക്യാമ്പയിനൊക്കെ വരാൻ പോവുക, നബിദിനം വരാൻ പോവുക. ഇതിനോടനുബന്ധിച്ച് പ്രവാചക പ്രകീർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പ്രോഗ്രാമുകൾ വരുമ്പോൾ പള്ളി മദ്രസകളിലും ഒക്കെയും ക്ഷണിതാവായി പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. ആ ക്ഷണിതാവായി പങ്കെടുക്കുന്നത് ഞാൻ ഇസ്ലാമിനെക്കുറിച്ച് അഗാധമായി പഠിച്ചതുകൊണ്ടോ പ്രവാചക തിരുമേനിയെക്കുറിച്ച് അഗാധമായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ളതുകൊണ്ടോ അല്ല, മറിച്ച് കേരളത്തിലെ ഒരു മതേതര സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ മുസ്ലിം ജനസാമാന്യം എന്നെ അത്രമേൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ പള്ളിയിൽ വെച്ച് നടക്കുന്ന ഈ മിലാദ് സമ്മേളനത്തിൽ താങ്കൾ കൂടി പങ്കെടുക്കണമെന്ന് അവരെന്നെ വിളിക്കുന്നത്. ഇതൊക്കെ സ്നേഹമാണെന്ന് പറയും. അപ്പം അങ്ങനെ പോയിട്ട് സംസാരിക്കേണ്ടി വരുന്നതുകൊണ്ട് അത്യാവശ്യം പ്രവാചക തിരുമേനിയെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടി വരും. അതിനുവേണ്ട പഠനം നടത്തണം. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റും കേട്ടോ, അതാണല്ലോ.
അതിപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വലിയൊരു പാരമ്പര്യമാണല്ലോ. സത്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഗാധമായ പാരസ്പര്യം, സമുദായങ്ങൾക്കിടയിലുള്ള ഏറ്റവും അഗാധമായ പാരസ്പര്യം നിലനിൽക്കുന്ന പ്രദേശമേഖലകളിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടേതുപോലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ്, ഹിന്ദുക്കളും മുസൽമാന്മാരും തിങ്ങിപ്പാർക്കുന്ന നമ്മുടേതുപോലുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും ആഴമേറിയ സ്നേഹ സൗഹൃദങ്ങൾ നിലനിൽക്കുന്നത് എന്നുകൂടി നമ്മൾ കാണാം. ഏറ്റവും മികച്ച മാതൃക അതിൽ കുടുങ്ങിപ്പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളങ്ങ് മറന്നേ പറ്റൂ. മലപ്പുറത്തിന് ഇതൊന്നും ഭൂഷണമല്ല. മലപ്പുറത്ത് ഇതൊന്നും വിഷയമായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇപ്പം മതം എന്ന് പറയുന്ന, നേരത്തെ എൻ്റെ സുഹൃത്ത് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ മതമൊന്നും ആളുകൾക്കുള്ള വെറുപ്പിൻ്റെ ഒരു സംഭവമായിട്ട് മാറേണ്ട കാര്യമില്ല. നമ്മൾ മിത്തുകളെടുത്ത് പരിശോധിച്ചാൽ അറിയാം. നേരത്തെ അദ്ദേഹം ബാവരിനെ കുറിച്ച് പറഞ്ഞല്ലോ, എരുമേലി പേട്ടതുള്ളലിനെ കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. ഈ വാവരുണ്ടായിരുന്നോ, ശബരിമല ഉണ്ടായിരുന്നോ, അയ്യപ്പനുണ്ടായിരുന്നോ എന്നൊക്കെ യുക്തിവാദികൾ തർക്കിച്ചോളൂ. അതിൻ്റെ തർക്ക വിഷയമല്ല. അതിൻ്റെ കാലം ഏതാണ്, അങ്ങനെ ഉണ്ടായിരുന്നോ, ചരിത്രപരമായ സാധുത ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് ആ ചർച്ചയിലും താല്പര്യമില്ല. കാരണം എനിക്ക് ആകപ്പാടെയുള്ള താല്പര്യം അത് ഹിന്ദു മുസ്ലിം മൈത്രിയുടെ അഗാധമായ ഒരു സന്ദേശം അത് വെക്കുന്നുണ്ട് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമായ കാര്യം. അതുകൊണ്ട് പൊന്നാനിക്കാരനായിട്ടുള്ള കവി എടശ്ശേരി പണ്ട് പറഞ്ഞിട്ടുണ്ട്, കരിമ്പിന്റെ വേരുകൾ ഏതൊക്കെ ഭാഗത്താണ് പടർന്നു കിടക്കുന്നത് എന്ന് നിങ്ങൾ വിജ്ഞാനികൾ ചർച്ച ചെയ്യാതെ മതി, എനിക്കതിൽ താല്പര്യമില്ല. എനിക്കാകെ താല്പര്യമുള്ളത് ഈ കരിമ്പിൻ്റെ തണ്ടിൻ്റെ മധുരത്തിൽ മാത്രമാണ് എന്ന് എടശ്ശേരി പറഞ്ഞതാണ് എനിക്കും പറയാനുള്ളത്. എനിക്ക് ഈ തർക്കവിതത്രങ്ങൾ താല്പര്യമില്ല. എനിക്ക് ആകെപ്പാടെ താല്പര്യമുള്ളത് ഇത്തരത്തിലുള്ള മിത്തുകളുടെ പേരിൽ ആളുകൾ ഒന്നിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ മിത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നതെന്നാണ്. അത്രയേ ഉള്ളൂ. സാധാരണ ആളുകൾ പറയുമല്ലോ അന്ധവിശ്വാസം. ഞാൻ കുറേയേറെ അന്ധവിശ്വാസങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളാണ്. അപ്പോൾ എന്താ ചോദിക്കുന്നത്? ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ പണ്ട് ഹിന്ദുക്കളും മുസൽമാന്മാരുടെ ഇടയിലൊക്കെ ഉണ്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു, പൂച്ചേനെ കൊന്നാൽ കയ്യ് പറിക്കുന്നു. അല്ലേ? ഉണ്ടല്ലോ. അത് യുക്തിഭദ്രമായിട്ട് അത് ശരിയല്ല, പൂച്ചേനെ കൊന്നാൽ കയ്യ് പറിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? മനുഷ്യനെ കൊന്നാലും കയ്യ് പറിക്കൂല എന്നാണ്. അല്ലേ? അപ്പോ അങ്ങോട്ട് പോവാതിരിക്കാനായിട്ട് പൂച്ചേനെ കൊന്നാൽ കയ്യ് പൊറിക്കും, പൂച്ചേനെ കൊല്ലുന്ന ഇഷ്ടമല്ല, പാവം സാധുവാണ്, അതിന് കൂടെ തന്നെ നിന്നോട്ടെ എന്ന് പറയുന്ന അന്ധവിശ്വാസത്തിന്റെ കൂടെ നിൽക്കാനാണ് എനിക്ക് താല്പര്യം. എനിക്കിങ്ങനെ കൊല്ലാൻ ഇഷ്ടമല്ല ആരി. അതുകൊണ്ട് പിന്നെ രണ്ടാമതെന്ന് പറയും, തവളേനെ കൊന്നാൽ മൂക്കിൽ കുരു വരുന്ന. ഈ തവളേനെ കൊന്നാൽ മൂക്കിൽ കുരു വരൂല എന്നൊക്കെ പറയാനാണ് നല്ലത്. തവളേനെ കൊന്നാൽ മൂക്കിൽ കുരു വരും വിശ്വസിക്കാനാണ് നല്ലത്. കാരണം എന്താ? ഈ പാപം തവള എന്ന് പറയുന്നത് നടക്കുന്ന സേവനം ചെറുതൊന്നുമല്ല, കുറച്ചൊന്നുമല്ല. മനസ്സിലായോ? നമ്മുടെയൊക്കെ നാട്ടിൽ തവളകളുടെ ക്രമാതീതമായ അപ്രത്യക്ഷമാകലാണ് കൊതുകുകളുടെ ക്രമാതീതമായ വർധനയ്ക്ക് കാരണമായിട്ടുള്ളത് എന്ന് കൂടി പഠിക്കണം. മനസ്സിലായോ? അതുകൊണ്ട് ഈ തവളേനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഇത്തരത്തിലുള്ള സംഗതി. കാവ് വെട്ടിയാൽ കുളം പറ്റുമെന്ന് പറയും. പണ്ട് സർപ്പക്കാവുകളുണ്ടായിരുന്നു. സർപ്പക്കാവുകൾ ഉണ്ടായത് എന്താ വെച്ചാൽ മനുഷ്യർ കാട് വെട്ടിച്ച് അവിടെ പുതിയ ജനവാസ കേന്ദ്രങ്ങൾ ഉണ്ടായപ്പോൾ ആ ഇഴജീവികൾക്ക് താമസിക്കാനുള്ള കുറച്ച് സ്ഥലം മാറ്റിവെച്ചതാണ് കാവ്. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ തന്നെ വളരെ പാരിസ്ഥിതികമായ നമ്മുടെ കാഴ്ചപ്പാടുകളുടെ ഭാഗമായി ഉണ്ടായതാണ്. അതിൻ്റെയാണ് വിശ്വാസത്തിൻ്റെ ഭാഗവും അങ്ങനെ തന്നെയാണ്. ആളുകൾക്ക് പലതരത്തിലുള്ള വിശ്വാസമുണ്ട്. അതെന്താ ജയിക്കും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം 2 അനുഭവങ്ങൾ ഞാൻ പറയാം. ഞാൻ ഒമാനിൽ ഒരു യാത്ര കഴിഞ്ഞൊരു പർവ്വതത്തിൻ്റെ താഴ്വരയിലേക്ക് വരിക. അപ്പം എൻ്റെ കൂടെ ഉള്ളത് മുസ്ലിം സുഹൃത്തുക്കളാണ്. അപ്പോൾ വൈകുന്നേരത്തെ നമസ്കാരത്തിൻ്റെ സമയമായി. ഒരു പള്ളിയിലെടുത്ത് നിന്നപ്പോൾ ഒരു നമസ്കരിക്കാനായിട്ട് കയറി. ഞാനിങ്ങനെ പള്ളിയിൽ ഇവിടെ മുമ്പിലുള്ള ഒരു ഈത്തപ്പന മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ അനാഥനായിട്ട് നിൽക്കുക. ഇവർ പള്ളിക്കാണ് കയറിയ ഉടനെ ഒരു അറബി വന്നിട്ട് എന്നോട് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. അപ്പം ഞാനത് പേടിച്ചു പോയി. നിങ്ങളെന്തിനാ ഈ പള്ളീൻ്റെ മുമ്പിൽ വന്ന് നിൽക്കരുത്, നിങ്ങളെന്താ നിസ്കരിക്കാത്തതെന്നൊക്കെ ആണോ അദ്ദേഹം പറയണമെന്ന് വിചാരിച്ചാൽ എനിക്കറിയില്ലോ, എനിക്ക് അറബ് അറിയില്ലോ. അങ്ങനെ ഏത് വേണ്ട രക്ഷയിലാണ് ഞാൻ അവിടെ നിൽക്കുക. അപ്പോൾ ഇത് കണ്ടിട്ട് എൻ്റെ സുഹൃത്ത് വന്നിട്ട് ഈ അറബിയായിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങളിവിടെ നിൽക്കരുത്. എന്താണ്? നിങ്ങൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് വരണം. പിന്നെന്താ? അല്ല, അവിടെ കസേര ഇട്ടിട്ടുണ്ട്, അതിരിക്കണം. നിങ്ങൾ ഞങ്ങൾ അതിഥിയാണ്, ആ കസേര നിങ്ങൾ ഇരിക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിസ്കരിക്കുന്നത് വരെ നിങ്ങൾ അവിടെ ഇരിക്കുക.
അത് കഴിഞ്ഞിട്ട് അവരെ നിസ്കാരം കഴിഞ്ഞാൽ അവരോടൊത്തിട്ട് പള്ളീൻ്റെ ഉള്ളിൽ ഞങ്ങൾ കാവ്യം ഈത്തപ്പഴമൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ പോകാവൂ, നിങ്ങൾ ഞങ്ങളുടെ അതിഥിയാണെന്നാണ് എന്നോട് പറഞ്ഞു വരുന്നത്. ആലോചിച്ച് നോക്കണോ? ഇപ്പൊ ഇതിനെയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രസമുള്ളൊരു സംഭവം, ഈ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ SKSSFന്റെ നേതൃത്വത്തിൽ വലിയൊരു ക്യാമ്പയിൻ നടന്നല്ലോ ഇപ്പോൾ വയനാട്ടിൽ. അവിടെ ഞാൻ അതിഥിയായിട്ട് പങ്കെടുക്കുക. അതിഥിയായിട്ട് പങ്കെടുക്കുന്ന സമയത്ത് ഈ പ്രോഗ്രാം ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ നിസ്കാരത്തിന്റെ സമയം. അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് വേണം എനിക്ക് പ്രസംഗിക്കാൻ. അപ്പൊ എല്ലാവരോടും പറഞ്ഞത് പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്, ഉള്ളതൊക്കെ സൗകര്യം വെച്ചുകൊണ്ടൊക്കെ നിസ്കരിക്കാം. അപ്പൊ ബഹുമാനപ്പെട്ട നേതാക്കളും ഉസ്താദുമാരും ഒക്കെ ഈ സ്റ്റേജിലാണ് നിസ്കരിക്കുന്നത്. അപ്പൊ ഞാനൊരു മൂലയിൽ കസേല് ഇട്ടിട്ട് അവിടെ ഇരുന്നു. അവര് ബാക്കിയുള്ള സ്ഥലത്ത് വന്നിട്ട് അവർ നിസ്കരിച്ചു. അവരവിടെ നിന്ന് നിസ്കരിക്കുന്ന എനിക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല. അവർ നിസ്കരിക്കുമ്പോൾ ഞാൻ ആ മൂലയിൽ നിന്നിട്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത് ഇത്രയൊക്കെ ഉള്ളൂ. അത്ര ലളിതമാണ് ഈ കാര്യങ്ങൾ. എനിക്ക് യാതൊരു പ്രശ്നമില്ല. ആളുകൾക്ക് അവരവർക്ക് ഇഷ്ടപ്പെട്ടുള്ള ആഹാരം കഴിക്കണം, ഇഷ്ടപ്പെട്ടുള്ള വസ്ത്രം ധരിക്കണം, അങ്ങനെയൊക്കെയാണ് കാര്യമുള്ളൂ. ഇത് നമ്മൾ വേറൊന്നും ചിന്തിച്ചാൽ അറിയാം. ഇപ്പൊ എൻ്റെ സ്കൂളിൽ രസകരമായിട്ട് ഒരിക്കലും ഒരു അല്പം തീവ്രമായി ഹൈന്ദവമായി ചിന്തിക്കുന്ന ഒരു സുഹൃത്ത് അപ്പോൾ സാരി അണിഞ്ഞു വരുന്ന മുസ്ലിം സ്ത്രീയോട് പറഞ്ഞത് അവരിങ്ങനെ തലങ്ങനെ മറയ്ക്കും. അപ്പൊ എന്തിനാ അത് നിങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ ചെയ്യുന്നത്, വളർക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതിനകത്തൊരു യുക്തിപരമായൊരു തകരാറുണ്ട്. കേരളത്തിന്റെ അതിർത്തി വിട്ടാൽ എല്ലാ ഹിന്ദു സ്ത്രീകളും ഗ്രാമാന്തരങ്ങൾ ചെയ്യുന്നത് ഇതേ തല മറയ്ക്കൽ തന്നെയാണ്. അപ്പൊ അത് കുഴപ്പമില്ലേ? എവിടെ അല്ലാത്തത്? ഏത് സ്ഥലത്തല്ലാത്തത്? അങ്ങണ്ട്. എന്നാലോ ഇതേ ഹിന്ദു സ്ത്രീകൾ ഈ തിലകം ചാർത്തിയിട്ട് ഈ തല കൊണ്ട് മറച്ചിട്ടുള്ള ഹിന്ദു സ്ത്രീകൾ ധാരാളമായിട്ടൊരു ഖബർസ്ഥാനിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് മൊയ്നുദ്ദീൻ ചിസ്തി തങ്ങളുടെ ഖബർസ്ഥാനിലേക്കാണ് പൂക്കളുമായിട്ട് പോകുന്നു. അവിടെ നിങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് അവിടെ വരേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുന്നതിൽ ഒരു പ്രസക്തി ഇല്ലാന്നേ. തങ്ങളെ ഹിന്ദുക്കൾ ആരാധിക്കണ്ടെങ്കിൽ ആരാധിച്ചോട്ടെ, എന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്കാരും ബുദ്ധിമുട്ടൊന്നുമില്ലോ, ആർക്കും പ്രയാസമില്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നുണ്ടോ? സൂഫി മക്ബറകളിൽ മുഴുവൻ, പിന്നെ മക്ബറ ആരാധന ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ അത് നിങ്ങൾ വിജ്ഞാനികൾ ചെയ്താൽ മതി. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കതിൽ താല്പര്യമാൽ എനിക്കൊക്കെ ഇതിൽ ആകെ താല്പര്യമുള്ളത് ഇതിൻ്റെ സ്നേഹത്തിലും മാധുര്യത്തിലും മാത്രമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. മറ്റ് ആശയത്തർക്കൊന്നും എൻ്റെ വിഷയമല്ല. അതുകൊണ്ട് ഞാൻ ഇത്തരത്തിലുള്ള മക്ബറകളിലൊക്കെ പോകും. അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് നാനാമതസ്ഥരായ ആളുകൾ വന്നു പോകും. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനും കണ്ടിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊരു അനുഭവം തന്നെ പറയാം. ഞാൻ കാവും മച്ചും ആരാധനാമൂർത്തികളും ഒക്കെ ഉള്ള ഒരു തറവാട്ടിൽ മഹാമന്ത്രവാദിയായിട്ടുള്ള ഒരു വൈദ്യനും മന്ത്രവാദിയുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരക്കുട്ടിയാണ് ഞാൻ. ഞങ്ങളെ നായർ തറവാട് അങ്ങനത്തെ വലിയൊരു തറവാടാണ്. അവിടെ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ആരാധനാമൂർത്തികളുണ്ട്. ആ ആരാധനാമൂർത്തികൾക്ക് വേണ്ടിയിട്ടുള്ള പൂജ നടത്തുകയൊക്കെ ചെയ്തിരുന്ന ആളായിരുന്നു എൻ്റെ മുത്തച്ഛൻ. മച്ച് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വിശുദ്ധമായി ഞങ്ങൾ കണ്ടിരുന്നതാണ് മച്ച്. ശബരിമലയിൽ നിന്ന് പോയി വന്നു കഴിഞ്ഞാൽ, ശബരിമലയിൽ നിന്ന് വന്നാൽ ആ ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന ഭസ്മവും കാശിയിൽ നിന്ന് കൊണ്ടുവരുന്ന തീർത്ഥജലവുമൊക്കെ തൂക്കിയിടുക ഈ മച്ചിലെ വീട്ടത്തിലാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ വിശ്വാസികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോഴികൾക്ക് രോഗം വന്നാൽ, കന്നുകാലികൾക്ക് രോഗം വന്നാൽ ഞങ്ങൾ 2 നാണയങ്ങളാണ് ഊഞ്ഞു വയ്ക്കുക. ഒന്ന് കാക്കരക്കാളിയിലെ ഭഗവതിക്ക്, മറ്റൊന്ന് ഓമാനൂരിലെ ശുഹദാക്കൾക്ക്. ആലോചിച്ച് നോക്കണം. എന്നിട്ടോ ഈ ഓമാനൂർ ശുഹദാക്കൾക്ക് നേർച്ച വെക്കുന്നത് പിന്നീട് അങ്ങാടി കൂടെ എവിടെയെങ്കിലും പോകുമ്പോൾ കാണുന്ന നേർച്ചപ്പെട്ടിയിൽ കൊണ്ടുപോയിടുന്നതാണ് ഞങ്ങളുടെ ഒരു സംസ്കാരം. അത് വലിയ വ്യക്തികൾ ഞങ്ങൾ പങ്കിടുന്നത്. ഞങ്ങളെ തറവാട്ടിലെ കാര്യസ്ഥൻ, ദാരിദ്ര്യ കാര്യസ്ഥൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ എൻ്റെ അമ്മ ആങ്ങളെയായിട്ടാണ് കണ്ടത്. അദ്ദേഹം എൻ്റെ അമ്മേനെ വിളിച്ചിരുന്നത് ഓപ്പോളെന്നാണ്. ഈ ആങ്ങളമാരൊക്കെ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ഈ ശബരിമലയ്ക്ക് പോകാത്ത മുസൽമാനായിട്ടുള്ള ഈ ആങ്ങളെയാണ് ഈ പെങ്ങളെക്ക് കാവല്. ഈ പെങ്ങന്മാർ നോക്കണം. അദ്ദേഹത്തിന് 2-3 ദൗത്യമുണ്ട്. അത് ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. പക്ഷേ മച്ചിലെ പൂജയ്ക്ക് വേണ്ട പൂക്കൾ മുഴുവൻ കൊണ്ടുവരേണ്ടത് അദ്ദേഹത്തിന്റെ ജോലിയാണ്. അദ്ദേഹം ചെയ്യണം. പിന്നെയോ ശബരിമലയ്ക്ക് പോകുമ്പോൾ
മുറ്റത്തുനിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തേങ്ങ ഉടയ്ക്കുമല്ലോ അല്ലേ, ബലിക്കല്ലിൽ ഒരു കല്ലുണ്ട്, ആ ബലിക്കല്ലിൽ തേങ്ങ ഉടയ്ക്കും. ആ തേങ്ങ ഉടച്ച കല്ല് നായ്ക്കളൊന്നും തൊടാതെ, പട്ടി തൊടാതെ സൂക്ഷിക്കണം ഇവർ തിരിച്ചു ശബരിമലയിൽ നിന്ന് വരുന്നത് വരെ. അതൊക്കെയും ചെയ്തിരുന്നതും ഈ കാര്യസ്ഥനായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം തൻ്റെ മതത്തിനകത്ത് അഗാധമായി ഉറച്ചു വിശ്വസിച്ചതുകൊണ്ട് തന്നെ സാമൂഹികമായി അദ്ദേഹം നിർവഹിക്കേണ്ട കാര്യങ്ങളൊക്കെയും ഭംഗിയായി നിർവഹിച്ചു. എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് അങ്ങനെ മക്ബറകളിൽ നിന്നും പോകാനുള്ള സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അതിൻ്റെ സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ നാട്ടിൽ ഒരു ചെറിയ പള്ളിയുണ്ട്, അവിടെ നേർച്ച വരും. ആ നേർച്ച വരുന്ന സമയത്ത് നേർച്ചയ്ക്ക് മുമ്പായി അമ്മ പച്ച നിറത്തിലുള്ള പട്ട് മേടിക്കും. അതവിടെ ചാർത്താനായിട്ട് എൻ്റെ അയൽപക്കത്തെ ഉമ്മൂമ്മൻ്റെ കയ്യിൽ കൊണ്ടുപോയിട്ട് കൊടുക്കും. നിങ്ങൾ ഇതവിടെ കൊണ്ടുപോയിട്ട് ചാർത്തണം, നമ്മളെ കുഞ്ഞുങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി ഇത് കൊണ്ടുപോയി ചാർത്തണം എന്ന് പറയും. ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ നിലനിർത്തിക്കൊണ്ടിരുന്നത്. അതാണ് ഗോത്രത്തിൻ്റെ ഒരു വലിയൊരു പാരമ്പര്യം. അത് തന്നെയാണ്. അതുകൊണ്ടാണ് 1921 കലാപശേഷവും ഹിന്ദു മുസ്ലിം മൈത്രിക്ക് കാര്യമായ പരിക്ക് മലപ്പുറം ജില്ലയിൽ ഏൽക്കാതെ പോയത് അത്ര കണ്ട് വിശ്വാസം അവർക്കിടയിൽ നിലനിന്നതുകൊണ്ടാണ്. ആ വിശ്വാസത്തെ അങ്ങനെ ആർക്കും അങ്ങനെ പെട്ടെന്ന് അട്ടിമറിച്ച് കളയാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് കേവലം വ്യാമോഹമാണ്. മലപ്പുറം ജില്ലയിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. മലപ്പുറം ജില്ലയുടെ ഒരു സംഭവം അങ്ങനെ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പാരമ്പര്യം ഇന്ത്യയിൽ ഇപ്പോൾ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെതുമായിട്ടുള്ള ഒരു പാരമ്പര്യം നിലനിൽക്കുന്നുണ്ടല്ലോ. അതിന് പലതരത്തിലുള്ള പ്രചാരണങ്ങളും നടത്തുന്നുണ്ട്. പട്ടണമൊന്നും ഇല്ലാത്ത വിധത്തിലേക്ക് തെരുവുകളിൽ ക്ഷുഭിതമായി നിന്നുകൊണ്ട് മുസൽമാന്മാർ പാകിസ്ഥാനിലേക്ക് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ കൃഷ്ണനെ ആരാധിച്ചാൽ മാത്രം ഇവിടെ ജീവിക്കുക എന്നൊക്കെ തരത്തിലേക്ക് സന്യാസ വേഷധാരികളായിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റുകൾ, അവർ ഞാൻ അങ്ങനെ പറയുള്ളൂ കേട്ടോ. അവർക്ക് സന്യാസം അറിഞ്ഞുകൂടാ, ഹൈന്ദവ ദർശനം അറിഞ്ഞുകൂടാ, അവർക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അതേ ആളുകളാണ് അവരിങ്ങനെ വിളിച്ചു ആക്രോശിച്ചുകൊണ്ടിരിക്കുക. ഈ ആക്രോശങ്ങൾ കൊണ്ട് മലീമസമായി തീർന്നിട്ടുണ്ട് ഇന്ത്യ ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇപ്പോ വിശ്വാസങ്ങളെ ഹനിക്കേണ്ടതില്ല ആരുടെയും. അത് വിശ്വാസമാണ്. അവിടെ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് അവരുടെ സവിശേഷമായ വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് വല്ല പ്രയാസം ഉണ്ടായിട്ടോ? ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ആണ് കുട്ടികൾക്കിടയിൽ വെറുപ്പുണ്ടാക്കുന്നതിൻ്റെ ഒരവസ്ഥ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മോൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അത്രയൊക്കെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമ്മുടെ അയൽപക്കത്തെ സുബത്താത്ത് എന്തിനാണ് നോമ്പെടുക്കുന്നത്, നമ്മളെപ്പോലെ വ്യത്യസ്തമായിട്ട് എന്തിനാണ് ജീവിക്കുന്നത് എന്നൊക്കെ തോന്നി. അവൻ എവിടുന്നോ കേട്ടിട്ട് പറയും. ഇപ്പോൾ പറയില്ല കേട്ടോ, ഇപ്പോൾ പറയില്ല. ഞാൻ എൻ്റെ കുട്ടികളെ അങ്ങനെ തന്നെയാണ് വളർത്തുന്നത്. പക്ഷെ ഞാൻ ഓരോട് പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? അല്ലടാ, സുബത്താത്ത നോമ്പെടുക്കണോണ്ട് എനിക്ക് വല്ല പ്രയാസമുണ്ടോ? ഇല്ല. പിന്നെ സുബത്താത്ത നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് എടാ 2 മുളക് ബജ്ജി, ഓൾക്ക് ഭയങ്കര ദാരിദ്ര്യം പ്രയാസം അല്ലേ, ആ പ്രയാസത്തിനിടയ്ക്ക് 2 മുളക് ബജ്ജി ഉണ്ടാക്കിയാൽ എടാ 1 അണക്ക് കൊണ്ടു തന്നിട്ടല്ലടാ ആ ഓള് നോമ്പ് ഓർക്കാറുള്ളൂ അല്ലേ? ആ അണക്ക് കൊണ്ടു തന്നില്ല. നീ ആ മുളക് ബജ്ജിൻ്റെ രുചിയിൽ അങ്ങോട്ട് കണ്ടാൽ പോലെ ഈ വിഷയത്തെ അത്ര കണ്ടാൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥിക്കേണ്ടത്, പടച്ചോനെ എന്നും സുബത്താത്ത നോമ്പെടുക്കണേ, എന്നും എനിക്കൊരു മുളക് ബജ്ജി കൊണ്ടു തരണേ എന്നല്ലൊരു കുട്ടിയെ ഈ ആലോചിക്കേണ്ടത്. അത്രയല്ല ആലോചിക്കാൻ പാടുള്ളൂ. അങ്ങനെ ആലോചിക്കണം. ഇതാണ് നമ്മൾ പറയുന്നൊരു കാര്യം. നമുക്കിടയിൽ അങ്ങനത്തെ യാതൊരു തരത്തിൽ അത്ര കണ്ട് സുതാര്യമായിട്ടുള്ള സംഭവമാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഇഫ്തിഖാറുദ്ദീനൊക്കെ എൻ്റെ പ്രിയപ്പെട്ട അനുജനാണ്. ഓനെൻ്റെ വീടറിയാം. എൻ്റെ വീട്ടിൽ ആകെപ്പാടെ വിശുദ്ധമായ സ്ഥലം എന്ന് പറയുന്നത് ഒരു മച്ച് പോലെ ഒരു റൂമുണ്ട്. ഇതിലാണ് എൻ്റെ ഭാര്യ അവര് ആരാധിക്കുന്ന 2 മൂർത്തികളുടെ ചിത്രം വെച്ച് വിളക്കെത്തിക്കുന്നത്. ആ വളരെ പിന്നെ നമ്മളെ വീട്ടിലും മുസ്ലിം സുഹൃത്തുക്കൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് നിസ്കരിക്കണമല്ലോ അല്ലേ? നിസ്കരിക്കേണ്ട സമയം അവർ നിസ്കരിക്കൂലേ? അടുക്കളയിൽ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. അപ്പം നമ്മൾ ഏതാണ്ടൊരു വിശുദ്ധമായ സ്ഥലമല്ലേ അവർക്ക് പറയാനായിട്ട് വയ്ക്കുക അല്ലേ? എൻ്റെ ഭാര്യ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. നമ്മൾക്ക് ഞങ്ങളെ വീട്ടിൽ നിസ്കാരപ്പായ ഉണ്ട് കേട്ടാ, ഞാൻ വിട്ടിട്ട് ഞാൻ തുർക്കിന്ന് വരുത്തിയതാണ്. അത് വരുത്തിയില്ല. എന്തിനാ? അത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അലങ്കാര സാധനം. പിന്നെ രണ്ടാമതോ, അത് എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് നിസ്കരിക്കാനുള്ളതാണ്. അതേ ഉള്ളൂ. കാരണം എൻ്റെ അയൽപക്കത്തെ മുസ്ലിം സ്ത്രീക്ക് അവർ വിധേയമായി നിൽക്കുന്ന അവർക്ക് എൻ്റെ മേൽ വലിയ സ്വാതന്ത്ര്യമാണ്.
അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഗൾഫിലേക്ക് പോകുമ്പോൾ ഓൾക്ക് ചില ആവശ്യങ്ങളുണ്ടാവും. പലപ്പോഴും എൻ്റെ ഭാര്യയോട് പറയൂ, അതെ മാഷോട് എനിക്കൊരു അപായം കൊണ്ട് തരാൻ പറഞ്ഞിട്ടൂ എന്ന് പറയും. അത് ഞാൻ അതിൻ്റെ അളവക്കോള് പറഞ്ഞു കഴിഞ്ഞാൽ മേടിച്ചുകൊണ്ട് കൊടുക്കും. ഇങ്ങനത്തെ ബന്ധമുള്ളതേ. അപ്പോൾ ആ വരുന്ന റൂമിൽ മാത്രമാണ് എൻ്റെ സുഹൃത്തുക്കൾക്ക് നിസ്കരിക്കാനായിട്ട് സ്ഥലം കൊടുക്കാൻ പറ്റുള്ളൂ. ആണ് ഞാൻ അവിടെ വരുന്ന മുസ്ലിം സുഹൃത്തുക്കളോട് പറയും, ഇതേ സ്ഥലമുള്ളൂ, ഇവിടെയൊക്കെ നിസ്കരിക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ വന്നാൽ മതി എൻ്റെ വീട്ടിലേതാ. കാരണം ഞങ്ങൾക്ക് അതിൽ പ്രയാസമില്ല, പിന്നെ ഞങ്ങൾക്കും പ്രയാസം ഉണ്ടാവാൻ പാടില്ലല്ലോ. അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ നോക്കി ഇങ്ങനെ ഉള്ള വളരെ ഉദാരമായ ഒരു സമീപനത്തിലേക്ക് രാജ്യം എത്തിയില്ലെങ്കിൽ രാജ്യം ശിഥിലമാകുന്ന ആണ്. ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ ആ ഏകീകൃത സിവിൽ കോഡ് യഥാർത്ഥത്തിൽ നടപ്പിലാക്കാൻ പാടില്ല എന്ന അഭിപ്രായം എനിക്കില്ല. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മുസൽമാന്മാരും പണ്ഡിതന്മാരും ചേർന്നിട്ട് ഇത് നടപ്പിലാക്കാം എന്ന് തീരുമാനിച്ചേക്ക് പ്രശ്നമൊന്നുമില്ല. നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യാം. എന്ത് കാര്യവും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കണം. അത് നമ്മുടെ നാട്ടിലിപ്പോൾ അല്ല. ആണ് ഇപ്പൊ നോട്ട് പിൻവലിക്കല് നിസ്സാര കാര്യമാണ്. അത് നിസ്സാര കാര്യം എന്നുള്ള നിലയിൽ അത് ശരിക്കും റിസർവ് ബാങ്ക് ഗവർണർ നടത്തേണ്ട കാര്യമാണ്. അതിങ്ങനെ ശ്രീമാൻ മോഡി ഇങ്ങനെ അദ്ദേഹത്തിന്റെ സംഭവമായിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടതിലാണ് എനിക്ക് ഏറ്റവും വിഷമമുള്ളത്. അപ്പൊ അതുപോലെയാണ് കാര്യങ്ങൾ. ആണ് വിശ്വാസത്തിലെടുത്ത് ചെയ്യാതിരിക്കുകയും ചെയ്യാം. അതല്ലെങ്കിൽ അത് ഇന്ത്യയെ കൂടുതൽ ശൈഥില്യത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുക എന്നതുകൊണ്ടാണ്, ഈ ഐക്യത്തെ തകർക്കുമെന്നതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ഞാൻ കൃത്യമായ ഒരു മതേതര നിലപാടെടുത്തുകൊണ്ട് സംസാരിക്കുന്നത്. അതിപ്പോ കൂടിക്കൂടി വരികയാണ് യഥാർത്ഥത്തിൽ. ഇവിടെ നമ്മുടെ നാട്ടിൽ വളരെ മഹനീയമായിട്ടൊരു പാരമ്പര്യം ഉണ്ടായിരുന്നല്ലോ, അല്ലേ? മതത്തെ ഒരു വളരെ സാമ്രാജ്യത്വ വിരുദ്ധതയ്ക്ക് വേണ്ടിയുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് വേണ്ടി മതത്തെ ഏറ്റവും സമർത്ഥമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു മണ്ണാണ് മലപ്പുറം ജില്ല, അല്ലേ? ഇവിടെയാണ് തുഫത്തുൽ മുജാഹിദ് എന്ന് പറയുന്ന പ്രശസ്തമായ ചരിത്രഗ്രന്ഥം ഉണ്ടായത്. ആ ചരിത്രഗ്രന്ഥത്തിലാണ് ജന്മദേശം വൈദേശിക ശക്തികളാൽ അപായപ്പെടുത്തുന്ന ഘട്ടത്തിൽ ആ വൈദേശിക ശക്തികളെ തുരത്തേണ്ടത് മതവിശ്വാസിയുടെ കർമ്മമാണ്, കടമയാണ്. അതാണ് ജിഹാദ് എന്ന് വ്യാഖ്യാനിച്ചിട്ടുള്ള മണ്ണത്. ചെറിയ മണ്ണൊന്നല്ല ഇത്, അറിയോ? ലോക ചരിത്രത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുള്ള മമ്പുറം. എന്താണ് അതിന്റെ ചരിത്രം? അലി മുസ്ലിയാര് പോരാടാനായിട്ട് അദ്ദേഹത്തിന് ആത്മധൈര്യം കൊടുത്തത് അദ്ദേഹത്തിന്റെ മതവിശ്വാസമാണ്. അതിനുള്ള ആത്മധൈര്യം അദ്ദേഹത്തിന് അത്രമാത്രം ധീരനായി എത്തുന്നതുകൊണ്ടാണ്. നമ്മൾ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഘട്ടങ്ങളിലൊക്കെയും മതത്തെ ഏറ്റവും സമർത്ഥമായി മതവിശ്വാസത്തെ ഉപയോഗിച്ചത്. അതാണ് നമ്മുടെ ഒരു വലിയ സ്നേഹത്തിന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്. ആ പാരമ്പര്യം അങ്ങനെ തന്നെ എടുക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ പോയി എല്ലാ മതത്തിന്റെയും വംശത്തിന്റെയുമാണ്. ഇത് മതമല്ല, ഇത് വംശീയതയാണ്. പച്ചയ്ക്ക് വംശീയതയാണ് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ. അതിന്റെ ഭാഗമാണ് ഗുലാമലി പാടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളമായിട്ട് തീവ്ര ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ധാരാളമായിട്ട് പോസ്റ്ററുകൾ ഇറങ്ങി. ഗുലാമലി പാടരുത്. ഞാൻ ഗുലാമലി പാകിസ്ഥാൻകാരനാണോ ഞാൻ ആലോചിച്ചിട്ടില്ല. ഒന്നാമത് ഞാൻ ഈ പാകിസ്ഥാനെ തന്നെയും എൻ്റെ ശത്രു രാജ്യമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ ലോകത്ത് എനിക്ക് അങ്ങനെ ശത്രുക്കളായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടില്ല. അതാ കാര്യം. ആ ജനതയോട് നമുക്ക് എന്ത് ശത്രുതയുള്ളത്? ഇതൊക്കെ രാഷ്ട്രത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംഭവമല്ലേ യഥാർത്ഥത്തിൽ ഈ വിഭജനം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് അതെന്താ, അതിന്റെ അർത്ഥം എന്താ ഉള്ളത്? അതിന് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് ഈ വെറുപ്പും വിദ്വേഷവും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഓണംപള്ളി മുഹമ്മദ് ഫൈസി വരുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യം മൂപ്പര് സംസാരിച്ചോളും പ്രമേയ ഇതിന്റെ ഇടയ്ക്ക്. അപ്പൊ എന്റെ പണി കുറയ്ക്കാൻ പോവാണ് ഞാൻ. അപ്പോ ഇതൊക്കെ ഇവര് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സംഗതിയാണ്. ആണ് ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, എന്ത് സ്വപ്നമാണ് പങ്കിടേണ്ടത് എന്ന് ക്യാമ്പസുകളിൽ എൻ്റെ കുട്ടികൾ ചോദിക്കുമ്പോൾ ഞാൻ പറയണമെന്നറിയോ? ഞാൻ പറഞ്ഞ വലിയൊരു ഉത്തരവുണ്ട്. എന്റെ ഉത്തരം ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ വീണ്ടും ഒറ്റ രാഷ്ട്രമായി മാറുന്ന ഒരു മഹാസ്വപ്നം. അതാണ് പറയുന്നത്. എനിക്ക് ഇത് താല്പര്യമുള്ളൂ. അത് ഗുലാമലി മതം എനിക്ക് വിഷയമല്ല. കാരണം എന്താ? ഗുലാമലി വലിയ സംഗീതജ്ഞനാണ്, ഗസൽ ഗായകനാണ്. ആ ഗസൽ ഗായകനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗസൽ എന്ന് പറയുന്നത് സമുദ്രം പോലെ, രാജ്യാതിർത്തികൾക്ക് അപ്പുറത്തേക്ക് സമുദ്രം പോലെ, ആകാശം പോലെ പടർന്നു കിടക്കുന്നതാണ് ഗുലാമലിയുടെ പാട്ടുകൾ. അങ്ങനല്ലേ ഉണ്ടായിരുന്നത്?
നമ്മൾ വിഭജനം നടത്തിയിട്ട് രാഷ്ട്രത്തിന് അതിർത്തി നിശ്ചയിച്ചാൽ ഒരു പൂർവ്വ ചരിത്രമൊക്കെ മാച്ചു കളയാൻ പറ്റുമോ? ആ മാച്ചു കളയാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ നമ്മൾ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഖാഫർ ഖാന് അദ്ദേഹം ഇന്ത്യൻ പൗരത്വം പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ മറ്റു നമ്മുടെ ശത്രുരാജ്യം എന്നൊക്കെ നമ്മൾ പ്രഖ്യാപിച്ച ഒരു രാജ്യത്തിലെ പൗരനായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് സമരത്തിന് വേണ്ടി ഗാന്ധിജിയോടൊപ്പം നിന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള മഹത്തായ പോരാട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാരതരത്ന കൊടുത്ത് നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ പൗരനല്ല. ഇന്നാ ചെളുപ്പമല്ല ഇഫ്തിഖാറുദ്ദീനെ. ഇന്ന് അങ്ങനെ ഒരു പുരസ്കാരം നമ്മുടെ പൗരത്വമില്ലാത്ത ആൾക്ക് കൊടുത്താൽ അത് വലിയ തോതിലുള്ള ചർച്ചകൾക്ക്. പക്ഷേ അക്കാലത്ത് ആ തരത്തിലുള്ള ചിന്തയല്ല നമുക്കുണ്ടായിരുന്നത്. കാശിയിൽ നിങ്ങൾ പോകണം. കാശിയിൽ പോണ സമയത്ത് കാശിയിലെ ഹിന്ദുക്കൾ പോലും വിശ്വസിച്ചിരുന്ന ഒരു കാര്യം, കാശി വിശ്വനാഥന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഉസ്താദ് ബിസ്മില്ലാ ഖാനാണ് എന്നാണ് വിശ്വസിച്ചത്. ബിസ്മില്ലാ ഖാൻ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് ഷഹനായി വായിക്കുമ്പോഴാണ് കാശി വിശ്വനാഥൻ ഉണരുക എന്നാണ് ആളുകൾ വിശ്വസിച്ചത്. അതാ പാരമ്പര്യം. ഇങ്ങനെയുള്ള അതിമഹനീയമായിട്ടുള്ള പാരമ്പര്യം നമുക്കുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഗുലാമലിയുടെ കാര്യം ഓർത്തപ്പോൾ, ഞാൻ പണ്ട് പരിസ്ഥിതി പ്രവർത്തകനും പിന്നീട് സന്യാസിയായിട്ടുള്ള ഹൈന്ദവ രീതിയിൽ തന്നെ ഒരു സ്പിരിച്വൽ ഗ്രൂപ്പിന്റെ കൂടെ ചെന്ന് സന്യാസിയായ ഒരു മനുഷ്യനെ കാണാനായിട്ട് എനിക്കൊരു അവസരം ഉണ്ടായി. 10-20 കൊല്ലത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ വീണ്ടും കാണുക. എൻ്റെ ഒരു പുസ്തകത്തിന് ആമുഖം എഴുതേണ്ടത് അദ്ദേഹം. അത് ഞാൻ അദ്ദേഹം ഇത് വായിച്ച് എനിക്ക് എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് ഈ അവതാരം എഴുതി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും വാങ്ങിക്കാനായിട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യുമ്പോൾ കുടജാദ്രി മലയുടെ താഴ്വരയിൽ ഒരു നദി ഇങ്ങനെ വട്ടത്തിൽ ഒഴുകുന്നതിനെ തുരുത്തിൽ ഏകാഗിയായി അയാൾ കഴിയുക. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളൊക്കെ ആയിട്ട് കഴിയാണ്. അത് ഞാൻ ഒരു രാത്രി അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു. രാത്രി കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുറച്ച് നേരം പാട്ട് കേൾക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മളെന്താ വിചാരിക്കുക, ഏതെങ്കിലും കീർത്തനങ്ങളോ ഹൈന്ദവ കീർത്തനങ്ങളോ ഒക്കെ ആവും എന്നല്ല നമ്മൾ വിശ്വസിക്കുക. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എന്നും രാത്രി അയാൾ കേൾക്കുന്നത് ഗുലാം അലിയുടെ ഗസലുകളാണ് എന്നാണ്. അണ്ട് സുരേന്ദ്രനെ കേൾക്കണമെന്ന് ചോദിച്ചിട്ട് ലാപ്ടോപ്പ് എടുത്ത് ഗുലാം അലിയുടെ ചില ഗസലുകൾ എനിക്ക് കേൾപ്പിച്ചു. ഇതാണ് പാരമ്പര്യം. ഇവിടെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വിശുദ്ധമായ ഇടങ്ങളിലൊക്കെയും ഈ തരത്തിൽ പലതരത്തിലുള്ള വെറുപ്പ് കൊണ്ടും വിദ്വേഷം കൊണ്ടും വലിയമസമാകുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഒരു ഭാഗത്തൊന്നുമല്ല തീവ്രവാദം എന്ന് പറയുന്നത്. നമ്മളങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമില്ല, എല്ലാ ഭാഗത്തും ഉണ്ട്. അതുണ്ടാവും. അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തും. അതുകൊണ്ടാണല്ലോ ഒരു പള്ളിയും ദേവാലയവും ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് ദേവാലയത്തിന്റെ വാതിൽ പാതി കത്തിയെരിഞ്ഞ സമയത്ത് ശാബ്ദങ്ങൾ ഓടിപ്പോയി അതിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി അദ്ദേഹം പ്രഖ്യാപനം നടത്തുന്ന കാര്യം, ഇതിൻ്റെ പിന്നിൽ അഥവാ ഒരു മുസൽമാന്റെ കയ്യറ്റ് അറിയാതെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയ്ക്ക് അത് വലിയ അപമാനമാകും എന്ന് അറിഞ്ഞതുകൊണ്ടാണ്. അതല്ല മലപ്പുറത്തിന്റെ യഥാർത്ഥ അടയാളം ഈ കയ്യൊപ്പാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ പോയിട്ട് തൻ്റെ സ്നേഹത്തിന്റെ കയ്യൊപ്പ് അവിടെ ചാർത്തിപ്പോരുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരിക്കേൽക്കുന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കതിനെ മറികടക്കാനായിട്ട് അറിയാം. അത് നമ്മൾ ഇറക്കണം. അതല്ലെങ്കിൽ കുറെ കഴിഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറിപ്പോകും. അങ്ങനെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. പഠിക്കണം. ഇപ്പോൾ ഓണംപള്ളി ഉസ്താദ് ഒന്നാന്തരമായി സംസ്കൃതം അറിയുന്നയാളാണ്. ഇന്ത്യയിലെ വേദ ഉപനിഷത്ത് പുരാണങ്ങളെ സംബന്ധിച്ചുള്ള അഗാധമായ പാണ്ഡിത്യമുള്ള ആളാണ്. നിങ്ങൾ നാളെ ഒരു ക്ഷേത്രത്തിലെ മതമഹാസമ്മേളനത്തിൽ ഓണംപള്ളി ഉസ്താദിനെ വിളിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഒന്നന്തരമായിട്ട് സംസാരിക്കാൻ അറിയാം. അതിനുള്ള ഇതുണ്ടാവണം, സാംസ്കാരികമായ സന്നാഹങ്ങൾ വേണം. ഞാനതുകൊണ്ടല്ലേ ഒരിക്കൽ എൻ്റെ പള്ളി മഹല്ല് കമ്മിറ്റിക്കാർ എന്നോട് അഭിനന്ദനത്തിന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പള്ളിയുടെ ഉള്ളിലാണ് ഞങ്ങൾ ചെറിയൊരു സമ്മേളനം നടത്താൻ പോവാണ്, വിളിച്ചാൽ ഒരു ചോദിച്ചു. വിളിക്കാൻ നിങ്ങൾ സ്നേഹം കാണിച്ചാൽ വരാൻ ഞാനും സ്നേഹം കാണിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തരം. എന്തായാലും കാരണം പ്രവാചക തിരുമേനി ലോകത്തിന്റെ വിമോചകനായാണ് അവതരിച്ചിട്ടുള്ളത് എങ്കിൽ ലോകത്തെ സമസ്ത മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് പ്രവാചകൻ, എല്ലാവർക്കും. പിന്നെ വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ ജ്ഞാന സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ്. അതിനകത്ത് ആന്ത്രപ്പോളജിക്കലായിട്ട് നരവംശാസ്ത്രപരമായി ലോകത്തിലെ സുപ്രധാന ഗ്രന്ഥങ്ങളിലൊന്നാണ് വിശുദ്ധ ഖുർആൻ.
അതുകൊണ്ട് മുസൽമാന്മാരല്ലാത്ത ലോക ജനതയ്ക്കും ഈ ജ്ഞാന സംസ്കാരം അവകാശപ്പെട്ടതാണ്. ഈ ഒരു തരത്തിലുള്ള അതിവിശാലമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുക. വിട്ടുവീഴ്ച ചെയ്യേണ്ടത് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. സമാധാനത്തിന് വേണ്ടി ഏതറ്റം വരെയും വിട്ടുവീഴ്ച ചെയ്യാമെന്നുണ്ടല്ലോ. അതാണല്ലോ ഹുദൈബിയയിലെ സന്ധി അല്ലേ പഠിപ്പിക്കുന്നതല്ലേ? സമാധാനത്തിന് വേണ്ടി ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയും സാധ്യമാണ് എന്ന പ്രവാചകന്റെ. സമാധാനം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് പ്രധാനം. അല്ല, നമ്മൾ ഇവിടെ നിന്നിട്ട് ഇത് കത്തിച്ചെടുക്കുകയും പ്രശ്നങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്ത് ഇത് എന്തിനാ വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ വോട്ടുണ്ടാക്കാൻ വേണ്ടിയാണ്. അധികാരത്തിൽ വരാൻ വേണ്ടി ഇത്തരത്തിലുള്ള വംശീയത ഉപയോഗിക്കുക. പക്ഷെ അതിന്റെ പാപഫലങ്ങൾ പിന്നീട് ചരിത്രത്തിൽ മായാതെ കിടക്കും. അതാണ് ഹിറ്റ്ലറുടെ ചരിത്രം. എന്തു ആ വംശീയത കൊണ്ട് യഥാർത്ഥത്തിൽ എന്ത് പ്രയോജനമാണ് ലോക ജനതയ്ക്ക് ഉണ്ടായത് എന്ന് അറിയണമെങ്കിൽ ഹിറ്റ്ലറിന്റെ ചരിത്രം പഠിക്കണം. ഇപ്പൊ അഭിനവ ഹിറ്റ്ലർമാരുടെ കാല, ഹിറ്റ്ലർക്ക് മിമിക്രി ചെയ്യുന്ന ആളുകളുടെ കാല. ആ കാലഘട്ടത്തിൽ ഇതുതന്നെയാണ്. ഈ തരത്തിലുള്ള വംശീയ വെറിയും വിദ്വേഷവും ഒക്കെയാണ് ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എനിക്കൊരു പ്രശ്നമില്ല. അപ്പൊ തൊപ്പിയെന്ന് തന്നെ ആലോചിച്ച് നോക്കൂ അല്ലേ? എന്റെ സ്കൂളിലൊക്കെ പലപ്പോഴും പല ഹൈന്ദവ തീവ്രമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ തൊപ്പി കണ്ട വെറുപ്പാണ്. ഇത് മുസൽമാന്റെ മാത്രം തൊപ്പിയല്ലോ. മഹാരാഷ്ട്രയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമാന്തരങ്ങളിൽ തൊപ്പി നിർബന്ധമല്ലേ? ഗാന്ധി തൊപ്പി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഏതവിടെ കാണാത്തത്? തൊപ്പിയല്ലേ? വല്ല ഓണം വിളിച്ചാതെ എവിടെയല്ലത്? ഗ്രാമാന്തരങ്ങളിൽ ചെന്നാൽ കർണാടകത്തിലൊക്കെ കാണും ഈ തൊപ്പി. അപ്പൊ എന്താ തൊപ്പിയല്ലേ? എവിടുന്നത് കൊണ്ടുവരുന്നത്? എവിടുന്നാ ഈ വിദ്വേഷം കൊണ്ടുവരുന്ന? ഞാൻ ചിലപ്പോൾ ഭയങ്കര രസമായിട്ട് ചോദിക്കണ്ടു, ഈ മിനാരം അല്ലേ? ഈ മിനാരം എന്താ? മിനാരം പൂവിന്റെ മുട്ട, അതറിയോ? അതാണ് പേർഷ്യൻ വാസ്തുശില്പത്തിന്റെ ചരിത്രം. മിനാരം എന്ന് പറഞ്ഞാൽ പൂവിന്റെ മുട്ട. അവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒന്നാം തരം മിനാരമാണ്. മിനാരത്തിന്റെ മുകളിലുള്ള കുബ്ബ ഉണ്ടല്ലോ, ആ കുബ്ബ ഒന്നാം തരമായി പരമ്പരാഗതമായിട്ടാണ് ഉണ്ടാക്കിയില്ലെങ്കിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുബ്ബകൾ പോയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ നിരീക്ഷിക്കുക. അതെങ്ങനെ ഉണ്ടാവും? അതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. അത് പൂവിന്റെ മുട്ടും അതിന്റെ അടിയിലുള്ള പാറ്റലുമാണത്. അറിയോ? അത്രയേ ഉള്ളൂ. അത് കണ്ടാൽ മതി. പൂവിനെ കണ്ട എന്തൊരു സൗന്ദര്യം തോന്നണം നമുക്കല്ലേ? എന്തൊരു കൗതുകമാണ് യഥാർത്ഥത്തിൽ ഒരു പൂമുട്ട് കണ്ടാൽ ഉണ്ടാവുക. പൂമുട്ട് കണ്ട വിദ്വേഷം ഉണ്ടാവുമല്ലോ. അത് പൂമുട്ടാണെന്ന് കണ്ടാൽ മതി. ആ കാണാനായിട്ട് പഠിച്ചാൽ മതി. ഞാൻ ചിലപ്പോൾ ഈ മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോകുന്ന സമയത്ത് ഈ വെളുത്ത മക്കനെ കൊണ്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും വെളുത്ത മക്കനെ ഇട്ട്, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു ഡ്രസ് കോഡ് ഉണ്ടാവും. അങ്ങനെ ഡ്രസ് കോഡൊക്കെ ഉണ്ട സമയത്ത് യൂണിഫോം ഉള്ള സംഭവം ഉണ്ടാവും. അതിലിങ്ങനെ വെളുത്ത മക്കൻ അങ്ങനെ ഇട്ടുണ്ടാവും. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത്, ഞാൻ സംസാരിക്കുന്നത് ഒരു മുല്ലപ്പൂന്തോട്ടത്തിനോടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വലിയ സൗന്ദര്യല്ലേ? എല്ലാവരും ഇങ്ങനെ വെക്കണം. എന്തൊരു സൗന്ദര്യ! അത് പ്രത്യേകിച്ച് ഒരേ പ്രായത്തിലെ പെങ്കുച്ചുങ്ങളാണ് ഇരിക്കുന്നതെങ്കിൽ അവരിങ്ങനെ നിറച്ചിരിക്കുകയാണെങ്കിൽ ഒരു മുല്ലത്തോട്ടത്തോട് സംസാരിക്കുന്നത് പോലെ ഉന്മേഷം അത് എനിക്ക് നൽകും. ഞാനിതിനൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതാണ് എൻ്റെ ശീലവും. അത് തന്നെയാണ്. എനിക്കിതൊന്നും പ്രശ്നമില്ല. വണമ്പള്ളി ഉസ്താദും ഞാനും തമ്മിൽ അത്ര അഗാധമായ സൗഹൃദം. അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിലും ഞാൻ എൻ്റെ വിശ്വാസ പ്രമാണങ്ങളിലും നിന്നുകൊണ്ട് തന്നെ അഗാധമായ സൗഹൃദം സാധ്യമാണ് എന്നാണ്. ഈ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഇടങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അതേതെങ്കിലും തരത്തിൽ പരിക്കേൽക്കുന്ന ഘട്ടങ്ങളിലൊക്കെയും നമ്മളുടെ ദൗത്യമാണ് അതിൻ്റെ തനിമയിലേക്ക് വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സ്നേഹം കുറയുന്നു എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ സ്നേഹസംഗമങ്ങൾ കൊണ്ട് ഈ സ്നേഹം വീണ്ടും വീണ്ടും ചാർജ് ചെയ്യുന്നത് അല്ലേ? കിണറിൽ വെള്ളം ചാർജ് ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രവർത്തനമാണ്. നമുക്ക് ആ ഒരു ആപത്തിനെ പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. ആ ആപത്തിനെ തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ ചികിത്സിക്കുക. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടി നടത്തുന്ന ഏത് ശ്രമത്തോടും ഐക്യപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ദൂരത്തിന് കഷ്ടപ്പെട്ട് രാവിലെ ഇറങ്ങിയാണ് വീട്ടിൽ നിന്ന്. നല്ല ക്ഷീണമുണ്ട്, യാത്രാക്ഷീണം നല്ലോണമുണ്ട്. അതിനിടയ്ക്ക് ഈ പറയുന്ന ചർച്ചകളിലുമൊക്കെ പങ്കെടുത്തിട്ട് വീണ്ടും ഞാനിവിടെ വന്നിട്ടൊരു വലിയ ഗംഭീരമായ പ്രഭാഷണമൊന്നും നടത്തുന്നില്ല. ഞാനൊരു സ്നേഹപ്രഭാഷണം മാത്രമാണ് നടത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭാവിയിലും നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക്, ഈ ഒരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് റിലീഫ് സെല്ലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അതൊക്കെയും കൂടുതൽ പ്രദേശത്തിൻ്റെ നന്മ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിനോടൊക്കെ ഐക്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.